ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫങ്ഷൻസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന ഫങ്ഷൻസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ആകാം, മാർക്കറ്റിംഗ് ആകാം, ഫിനാൻസ് ആകാം. ഇങ്ങനെ കുറെ ഫങ്ഷൻസ് ഉണ്ടല്ലേ ഓരോ ഓർഗനൈസേഷനിലും. അപ്പം functional structure is an organizational structure wherein jobs of similar nature are grouped into major functions, and these major functions are organized as separate departments. It classifies people according to the functions they perform in the organization. അപ്പം ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണ്? ഫങ്ഷന്റെ അടിസ്ഥാനത്തിൽ അഥവാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളെ ഗ്രൂപ്പ് തിരിക്കുന്നതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷന്റെ ബേസിസിൽ ഓരോ ഫങ്ഷനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അങ്ങനെ ഗ്രൂപ്പ് തിരിക്കുന്നതിനാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഉണ്ടാവും? മാർക്കറ്റിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, സെയിൽസ് പ്രൊമോഷൻ ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, കസ്റ്റമർ സർവീസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്നിപ്പിക്കും. അങ്ങനെയാണ് ആ ഒരു ഫംഗ്ഷന്റെ കീഴിൽ വരുന്ന എല്ലാം ആ ഒരു ഫംഗ്ഷനിലേക്ക് വെക്കും. ഇങ്ങനെ ഓരോ ഫംഗ്ഷന്റെ ബേസിൽ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പൊ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റീസും ഇപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ R&D എന്ന് വെച്ചാൽ ഉണ്ടാവും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും, HR ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവും. ഇങ്ങനെ പല ഫങ്ഷൻസും ഉണ്ടാവും. ഈ ഓരോ ഫംഗ്ഷനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഗ്രൂപ്പ് തിരിച്ച് അങ്ങനെ ഗ്രൂപ്പ് തിരിക്കുന്ന പ്രോസസ്സിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ ബേസിസിൽ അഥവാ പ്രവർത്തനങ്ങളുടെ ബേസിസിൽ ഓരോന്നിനെ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുന്നതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു മാനേജിംഗ് ഡയറക്ടറിന്റെ അണ്ടറിൽ ഫിനാൻസ് മാനേജർ ഉണ്ടാവും, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും, പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഫംഗ്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത് ഫിനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ ഈ 3 ഫംഗ്ഷന്റെ ബേസിസിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതിന്റെ അടിയിൽ തന്നെ മാർക്കറ്റിംഗിന്റെ അകത്ത് അഡ്വർടൈസ്മെന്റും സെയിൽസും കസ്റ്റമർ സർവീസും ഒക്കെ വരാം. അപ്പം ഓരോ ഫംഗ്ഷന്റെ ബേസിസിൽ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുക. അത് ആ ഓരോ ഫംഗ്ഷന്റെ അകത്ത് ഓരോന്നും വരാം. കാരണം മാർക്കറ്റിംഗിനകത്ത് അഡ്വർടൈസ്മെന്റ്, സെയിൽസ്, കസ്റ്റമർ സർവീസ് വരുന്നത് പോലെ ഓരോ ഫംഗ്ഷന്റെ അടിയിൽ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള ബാക്കി കാര്യങ്ങൾ വരാം. അപ്പം ഫംഗ്ഷന്റെ ബേസിസിൽ ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുക. ഇനി നമുക്ക് ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. അതിന്റെ അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ് എന്നൊക്കെ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ആദ്യത്തെ പോയിന്റ് പറയുന്നത് സ്പെഷ്യലൈസേഷൻ. ഫങ്ഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വൈവിധ്യവൽക്കരണം. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനും ഓരോ ഗ്രൂപ്പിലാണ് ആക്കുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ മാത്രം ബേസിസിൽ ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമേ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഒരു ഗ്രൂപ്പിലുള്ളവർ അഥവാ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആ സെയിം ജോബ് ചെയ്യുന്നത് വഴി ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സ്പെഷ്യലൈസേഷൻ ആൻഡ് മേക്ക് പോസിബിൾ എഫിഷ്യൻസി ഒക്കെ ഉണ്ടാക്കും. അപ്പം എഫിഷ്യൻസി ഉണ്ടാക്കും, സ്പെഷ്യലൈസേഷനും ഉണ്ടാക്കും. കാരണം അവർ റിപ്പീറ്റഡ് ആയിട്ട് അതേ ജോലി തന്നെ ചെയ്യുന്നത് വഴി അവർ ആ ജോലി ചെയ്യുന്നതിൽ എക്സ്പേർട്സ് ആവും. അതാണ് ആദ്യത്തെ ഇതിൽ പറയുന്നത്. In this structure, employees perform the same work repeatedly, which will lead to specialization and high performance. അപ്പം ഈ ഒരു സ്പെഷ്യലൈസേഷൻ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഫങ്ഷണൽ സ്ട്രക്ചറിൽ ആ ഒരു ഫംഗ്ഷന്റെ കീഴിലുള്ള ആക്ടിവിറ്റീസ് മാത്രമേ അവർ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമൂലം അവർക്ക് അതിൽ സ്പെഷ്യലൈസേഷൻ കിട്ടും. എന്ന് വെച്ചാൽ അവരതിൽ എക്സ്പേർട്സ് ആവും. ആൻഡ് അവർ ഹൈ ആയിട്ട് ഉയർന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങും. അവർക്കപ്പോൾ എഫിഷ്യൻസി ഉണ്ടാവും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുക, സ്പെഷ്യലൈസേഷൻ. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചറിൽ പറയുക ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. സിൻസ് ദ ടാസ്ക് ഇൻ എ ഡിപ്പാർട്ട്മെന്റ് ആർ സിമിലർ, ദിസ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ പ്രൊമോട്ട്സ് ബെറ്റർ കൺട്രോൾ. അപ്പം ഫങ്ഷണൽ സ്ട്രക്ചർ പ്രൊമോട്ട്സ് ബെറ്റർ കൺട്രോൾ എന്നാണ് പറയുന്നത്. അപ്പം
കൺട്രോളും കോർഡിനേഷനും ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താണ്, ഇപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പർട്ടിക്കുലർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പർട്ടിക്കുലർ ആളും ഓരോ വർക്കും എല്ലാം റിലേറ്റ് ചെയ്യുന്നത് ആ ഫിനാൻസ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതായിരിക്കും. അപ്പം എല്ലാ ടാസ്കും ആ ഡിപ്പാർട്ട്മെന്റിലെ ടാസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ എക്സ്പേർട്സ് ആവാൻ പറ്റും. അതുമൂലം ഇപ്പം ഒരു മാനേജറിനാണെങ്കിൽ തന്നെ ആ ഫിനാൻസ് ഫംഗ്ഷനിലുള്ളവരെ മാത്രം മാനേജ് ചെയ്താൽ മതി. അപ്പൊ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ സ്കൂളിലെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ കൊമേഴ്സിലെ സ്റ്റുഡൻസ് മാത്രം ഉള്ളപ്പോഴാണോ പെട്ടെന്ന് എല്ലാം കൺട്രോളും കോർഡിനേറ്റും ചെയ്യാൻ പറ്റുക, അതോ സയൻസിലെയും കൊമേഴ്സിലെയും എല്ലാ +1 +2 ഫുൾ സ്റ്റുഡൻസ് കൂടെ വെക്കുമ്പോഴാണോ പെട്ടെന്ന് കൺട്രോളും കോർഡിനേറ്റ് ചെയ്ത് എല്ലാം പെട്ടെന്ന് നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ പറ്റുക? കൊമേഴ്സിലെ ആൾക്കാർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തരാൻ പറ്റും അല്ലെ? കാരണം ഇപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും വർക്കിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അഥവാ നിങ്ങളൊരു ചെറിയ ഗ്രൂപ്പാണ്, അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളെയൊക്കെ അറിയാം. അപ്പൊ കൂടുതലും ബെറ്റർ ആയിട്ട് നിങ്ങളെ കോർഡിനേറ്റും കൺട്രോളും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫങ്ഷണൽ ബേസിസിലാണെങ്കിൽ ഈ ഫംഗ്ഷനകത്തുള്ളവരെ മാനേജർക്ക് പെട്ടെന്ന് കോർഡിനേറ്റും കൺട്രോളും ചെയ്യാൻ പറ്റും. കാരണം അവർ സിമിലർ ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണ് ആൻഡ് സിമിലർ കൈൻഡ് ഓഫ് ജോബ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ കൺട്രോളും കോർഡിനേഷനും ഒക്കെ എൻഷുർ ചെയ്യാൻ പറ്റും എന്നാണ് സെക്കൻഡ് പോയിന്റിൽ പറയുക. തേർഡ് പോയിന്റ് പറയുന്നത് ഫങ്ഷണൽ സ്ട്രക്ചർ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് എൻഷുർ ചെയ്യും. ഫങ്ഷണൽ സ്ട്രക്ചർ വഴി ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് എൻഷുർ ചെയ്യും എന്നാണ് തേർഡ് പോയിന്റ് പറയുക. ഇൻക്രീസ്ഡ് മാനേജറിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ലീഡ് ടു ഹൈ പ്രോഫിറ്റ്സ്. നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് മാനേജേഴ്സും എംപ്ലോയീസും ഒക്കെ വർക്ക് ചെയ്യുന്നു. അതുവഴി ഇപ്പം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഓരോ വർക്കും ചെയ്യുന്നത്. ആൻഡ് മാനേജേഴ്സ് ഒക്കെ നന്നായിട്ട് കൺട്രോളും കോർഡിനേറ്റും ഒക്കെ ചെയ്യുന്നതൊക്കെ വഴി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നാണ് തേർഡ് പോയിന്റിൽ പറയുക. മാനേജറിയലും ഓപ്പറേഷണലും എഫിഷ്യൻസി ഉള്ളത് കൊണ്ട് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ മാനേജേഴ്സ് ബെറ്റർ ആയിട്ട് കൺട്രോളും കോർഡിനേറ്റും ഒക്കെ ചെയ്യും. എംപ്ലോയീസ് എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് അഥവാ ഒരു വർക്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് മാത്രമേ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവുള്ളൂ. അതുമൂലം കൂടുതൽ പ്രോഫിറ്റ് എൻഷുർ ചെയ്യാൻ സാധിക്കും എന്നാണ് തേർഡ് പോയിന്റിൽ പറയുക. ഫോർത്ത് പോയിന്റ് പറയുക കോസ്റ്റ് റിഡക്ഷൻ. അടുത്ത ഫീച്ചർ ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ ആണ് കോസ്റ്റ് റിഡക്ഷൻ. This structure helps to minimize the duplication of work so that cost of production can be reduced. അപ്പം ഡ്യൂപ്ലിക്കേഷനും വേസ്റ്റേജും അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ വഴിയുള്ള ലോസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും. അപ്പം കൃത്യം ആരെന്ത് ചെയ്യണം എന്നും ഒക്കെ ഓൾറെഡി ഡിസൈഡഡ് ആയിരിക്കും. ഇപ്പൊ ഒരു ഫംഗ്ഷനിൽ തന്നെ ഏതൊക്കെ ഡ്യൂട്ടി ചെയ്യണം, ഏത് വർക്ക് ആര് ചെയ്യണം എന്നൊക്കെ കൃത്യം ഡിസൈഡഡ് ആയിരിക്കും. കാരണം സ്പെഷ്യലൈസ്ഡ് ആളുകളായിരിക്കും ഓരോ വർക്കും ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് കുറവായിരിക്കും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് മൂലം തന്നെ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുക. ദി സ്ട്രക്ചർ ഹെൽപ്സ് ടു മിനിമൈസ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് സോ ദാറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ആവർത്തിച്ച് ചെയ്യുന്നത് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. കാരണം കൃത്യം ഏത് വർക്ക് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഫോർത്ത് പോയിന്റിൽ പറയുക. ഫിഫ്ത് പോയിന്റ് ട്രെയിനിങ് ബിക്കംസ് ഈസിയർ. അപ്പം ആസ് ഫോക്കസ് ഇസ് ഓൺലി ഓൺ സ്പെസിഫിക് ഫംഗ്ഷൻ ഇറ്റ് മേക്സ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് വെരി ഈസിയർ. അപ്പം ഫങ്ഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ആ എംപ്ലോയി ഉൾപ്പെടുന്ന ആ ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് സ്കിൽസ് ആയിരിക്കും വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത ആ ട്രെയിനിങ് മാത്രം കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്സോ അതോ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സോ അങ്ങനെ ഒന്നും ട്രെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. പകരം ആ പ്രൊഡക്ഷൻ ടെക്നിക്ക് മാത്രം ട്രെയിനിങ് കൊടുത്താൽ മതി. ഇപ്പം അല്ലെങ്കിൽ ഫുൾ കമ്പനിയിലെ ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താ ചെയ്യണം, എല്ലാ ടെക്നിക്സും എല്ലാവരെയും പഠിപ്പിക്കണം. ഇതിപ്പോ ഓരോ ഫംഗ്ഷന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത് കൊണ്ട്
പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നിക്ക് മാത്രം ട്രെയിൻ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയുള്ള ഒരു ടെക്നിക്സും അവിടെ ട്രെയിൻ ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് ഈസിയർ ആയിരിക്കും എന്നാണ് ഫിഫ്ത് പോയിന്റിൽ പറയുക. ട്രെയിനിങ് ബിക്കംസ് ഈസിയർ ആസ് ഫോക്കസ് ഈസ് ഓൺലി ഓൺ സ്പെസിഫിക് ഫംഗ്ഷൻ. സ്പെസിഫിക് ഫംഗ്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റീസിനെ മാത്രം ട്രെയിൻ ചെയ്താൽ മതി. ബാക്കി ഒരു ഫംഗ്ഷനും ബാക്കി ഒരു ആക്ടിവിറ്റീസിലെ അവർക്ക് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് ഈസി ആയിരിക്കും. അടുത്ത ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ, ഡ്യൂ അറ്റൻഷൻ. ഇറ്റ് എൻഷുവേഴ്സ് ഡ്യൂ അറ്റൻഷൻ ടു ഡിഫറെന്റ് ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സൂപ്പർവിഷൻ എളുപ്പമാകുന്നു. ഓരോ മാനേജേഴ്സിനും ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം സൂപ്പർവൈസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാ വർക്കിനും വേണ്ടിയ അറ്റൻഷൻ തന്നെ ഓരോ മാനേജേഴ്സിനും കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഡ്യൂ അറ്റൻഷൻ എൻഷുർ ചെയ്യാൻ പറ്റും. എല്ലാ വർക്കിനും വേണ്ടിയുള്ള അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പം ഒരു മാനേജറിന് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ പ്രൊഡക്ഷൻ മാനേജറിനാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം നോക്കി വെച്ചാൽ മതി, ബാക്കി ഒരു ആക്ടിവിറ്റീസിലും ഇടപെടേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള വേണ്ട അറ്റൻഷൻ ഒക്കെ കൊടുത്ത് എല്ലാ വർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് 6 പോയിന്റ്സ്. ഫങ്ഷണൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത 6 പോയിന്റ്സ് ആണ് അഡ്വാൻറ്റേജസിൽ പറയുക. ആദ്യത്തേത് സ്പെഷ്യലൈസേഷൻ, രണ്ടാമത്തേത് ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, മൂന്നാമത്തേത് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്, നാലാമത്തേത് കോസ്റ്റ് റിഡക്ഷൻ, അഞ്ചാമത്തേത് ട്രെയിനിങ് ബിക്കംസ് ഈസിയർ, ആറാമത്തേത് ഡ്യൂ അറ്റൻഷൻ. എങ്കിൽ നമ്മൾക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയാം. ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ഫങ്ഷണൽ സ്ട്രക്ചറിന് കുറെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, ലെസ് ഇമ്പോർട്ടൻസ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. അപ്പം ഫങ്ഷണൽ സ്ട്രക്ചറിൽ emphasis will be on departmental objectives. അപ്പം ഇതിൽ പറയുക ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് അഥവാ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിന് ലെസ് ഇമ്പോർട്ടൻസ് ആയിരിക്കും കൊടുക്കുക, കുറവ് ഇമ്പോർട്ടൻസ് ആയിരിക്കും കൊടുക്കുക. കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റൽ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഒരു ഫുൾ ഓർഗനൈസേഷൻ നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കും, ആ ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ഉറപ്പായിട്ടും ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് മാത്രമായിരിക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കും. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അഥവാ ഇൻട്രസ്റ്റ് എന്താണെന്ന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലെസ് ഇമ്പോർട്ടൻസ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് അഥവാ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആ ഡിപ്പാർട്ട്മെന്റിലെ അഥവാ ആ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ കാര്യത്തിന്റെയും വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക, എംഫസൈസ് കൊടുക്കുക ഡിപ്പാർട്ട്മെന്റൽ ഒബ്ജക്റ്റീവ്സിനായിരിക്കും. ലെസ് ഇമ്പോർട്ടൻസ് ആയിരിക്കും ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റിന് കൊടുക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുക. സെക്കൻഡ് പോയിന്റ് പറയുക കോർഡിനേഷൻ പ്രോബ്ലം. Coordination is quite difficult in this structure as the information may be passed among various departments. എന്ന് വെച്ചാൽ വിവിധ ഡിപ്പാർട്ട്മെന്റ്സിലെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം കോർഡിനേറ്റ് ചെയ്യാൻ ഫങ്ഷണൽ സ്ട്രക്ചർ ബെറ്റർ ആയിരിക്കും. പക്ഷെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റീസോടെ കോർഡിനേറ്റ് ചെയ്യുക എന്നത് ഫങ്ഷണൽ സ്ട്രക്ചറിലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് സെക്കൻഡ് പോയിന്റിൽ പറയുക. കോർഡിനേഷൻ പ്രോബ്ലം ഉണ്ടായിരിക്കും. വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റില് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്ട്സ്. There may be conflicts between 2 or more departments. എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഉറപ്പായിട്ടും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ ഒബ്ജക്റ്റീവ്സും ഓരോരോ ഇൻട്രസ്റ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പൊ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻക്രീസ് സെയിൽസ് കൂട്ടാനായിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻട്രസ്റ്റ് ഫിനാൻസ് ഏറ്റവും കുറവ് ആകാനായിരിക്കും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
നാലാമത്തെ പോയിന്റ് പറയുന്ന ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ. ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ ആണ് നാലാമത്തെ പോയിന്റ് പറയുക. അപ്പം ഫങ്ഷണൽ heads may not get training for top management positions, hence they may not be promoted. അപ്പോൾ ഫങ്ഷണൽ ഹെഡ്സിന് ടോപ്പ് മാനേജ്മെന്റ് പൊസിഷനിലേക്ക് പ്രൊമോട്ടഡ് ആകാനുള്ള ട്രെയിനിങ് ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം അവർ ഫങ്ഷണൽ ഹെഡ് ആയിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് മിക്കവാറും പോവുക. അവരെ ടോപ്പ് മാനേജ്മെന്റ് പൊസിഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊമോഷനും കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അതാണ് ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുക. ഈ നാലെണ്ണാണ് ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുക. അതിന് ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറയാം. ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു തുണിയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റ്. അപ്പം ആ യൂണിറ്റിന്റെ പേര് ലെറ്റ് ഇറ്റ് ബി ABC ലിമിറ്റഡ്. അപ്പൊ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ മൂന്നായിട്ട് മെയിൻലി 3 ഫങ്ഷൻസ് ആണ് ആ കമ്പനിയിൽ ഉള്ളത്. 3 ഫങ്ഷൻസ്, ഒന്ന് പ്രൊഡക്ഷൻ, ഒന്ന് സെയിൽസ്, ഒന്ന് ഫിനാൻസ്. ഈ 3 ഫങ്ഷൻ ആണ് ആ കമ്പനിയിൽ മെയിൻലി ഉള്ളത്. അപ്പം ആ കമ്പനിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ബേസിസിലാണ്. അപ്പം ഈ ഫങ്ഷന്റെ ബേസിസിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിലപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. അവർ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈൻസ് അഥവാ മോഡേൺ ആയിട്ടുള്ള ഇപ്പൊ നല്ല ഡിസൈൻസ്, മോഡേൺ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഡിസൈൻസ്, കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ് ഇനി ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും. അങ്ങനെയുള്ള ഡിസൈനിലുള്ള പ്രൊഡക്ട്സ് സെല് ചെയ്താൽ മതി എന്ന് അവരൊരു ഡിസിഷൻ എടുത്തു, അഥവാ അവരൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. അങ്ങനെ നല്ല പ്രൊഡക്ട്സ് മാത്രം സെല് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പം അവർ ഈ ഡിസിഷൻ അഥവാ ഇത് അവര് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു. ഇങ്ങനെ നല്ല ഡിസൈൻസ്, ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് മാത്രം ഇനി പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്ന് അവർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു. അപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ പറഞ്ഞു, അതിന് വേണ്ട ടെക്നോളജിയും എക്യുപ്മെന്റ്സും ഒന്നും മെഷീനറിയും ഒന്നും ഇല്ല ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് രണ്ടുപേരും കൂടെ പോയി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി പറഞ്ഞു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലോട് ഇങ്ങനെയാണ് ഇവരെ ഡിസിഷൻ എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഫിനാൻസ് വേണം, അങ്ങനത്തെയുള്ള എക്യുപ്മെന്റ്സും മെഷീനറി ഒക്കെ മേടിക്കാൻ ഫിനാൻസ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അവരുടെ ഒബ്ജക്റ്റീവ് ഏറ്റവും റെഡ്യൂസ് ചെയ്ത് ഏറ്റവും ബഡ്ജറ്റും കോസ്റ്റും ഒക്കെ ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുക, സെയിൽസ് നടത്തുക, അതുവഴി കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഫിനാൻസ് ഫംഗ്ഷന്റെ ഒബ്ജക്റ്റീവ്. അപ്പൊ മൂന്ന് ഡിപ്പാർട്ട്മെന്റിനും പല ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ഡിസഡ്വാൻറ്റേജസിൽ പറയുക. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ഇൻട്രസ്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു കോർഡിനേഷൻ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചറിൽ പറയുക. ലെസ് ഇമ്പോർട്ടൻസ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്, കോർഡിനേഷൻ പ്രോബ്ലം, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്ട്സ്, ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ. അടുത്തത് സ്യൂട്ടബിലിറ്റി ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ ഏതൊക്കെ ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് അഥവാ ബിസിനസ് ഓർഗനൈസേഷനാണ് അനുയോജ്യമായിട്ടുള്ളത് അഥവാ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ് അടുത്തതിൽ നമ്മൾ കാണാൻ പോകുന്നത്. സ്യൂട്ടബിലിറ്റി ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫസ്റ്റ് വൺ, when the size of organization is large. Second one, where there are diversified activities. Third one, where a high degree of specialization is required. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫേംസിനാണ് ഫങ്ഷണൽ സ്ട്രക്ചർ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഒന്നുകിൽ ആ സൈസ് ഓഫ് ഫേം ഷുഡ് ബി ലാർജ്, അഥവാ ബിസിനസ് സ്ഥാപനം വലിയതാണെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത് when there is diversified activities, എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ യൂസ് ചെയ്യാവുന്നതാണ്, ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ. മൂന്നാമത് പറയുന്നത് when a high degree of specialization is required. അപ്പം ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഉയർന്ന വൈവിധ്യവൽക്കരണം ആവശ്യമുള്ളപ്പോഴാണെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പം 3 കണ്ടീഷൻസ് ആണുള്ളത് ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആകുന്നത്. എന്ന് വെച്ചാൽ ഏതൊക്കെ ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആകുന്നത് എന്ന് പറയുന്ന 3 പോയിന്റ്സ് ആണുള്ളത്.
First point, when the size of organization is large. Second point, where there are diversified activities. Third point, where a high degree of specialization is required. ഈ